ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കർണാടകയിൽ കോൺഗ്രസ് നേതാക്കൾ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്ന പരാതിയുമായി BJP. സയ്യിദ് നസീർ ഹുസൈന്റെ സാന്നിധ്യത്തിലാണ് മുദ്രാവാക്യം ഉയർത്തിയതെന്ന് BJP. ആരോപണം ശുദ്ധ നുണയെന്ന സയ്യിദ് നസീർ ഹുസൈൻ. UPയിൽ അംബേദ്കറുടെ ബോർഡ് സ്ഥാപിക്കുന്നതിനെ ചൊല്ലി തർക്കം. പോലീസ് വെടിവെപ്പിൽ ദളിത് ബാലൻ കൊല്ലപ്പെട്ടു. 2 പേർക്ക് പരിക്ക്. പൗരത്വ ഭേദഗതി നിയമം അടുത്ത മാസം മുതൽ പൗരത്വത്തിന് അപേക്ഷ നൽകുന്നതിനുള്ള പ്രത്യേക പോർട്ടൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കി. സംസ്ഥാനത്ത് UDFൽ സീറ്റ് വിഭജനം പൂർത്തിയായി. ലീഗിന് 3ാം സീറ്റില്ല. കോൺഗ്രസ് 16 മത്സരിക്കും. 2 സീറ്റ് മുസ്ലിം ലീഗിന്. ജൂലൈയിൽ ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകാൻ ധാരണ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ, പൊന്നാനിയിൽ സമദാനി. തമിഴ്നാട്ടിൽ നവാസ് കനിയും സ്ഥാനാർത്ഥികൾ. കേരളത്തിലെ സീറ്റ് വിഭജന ചർച്ചകൾക്കായി NDAയുടെ സംസ്ഥാന യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് യോഗം. BDJS സീറ്റ് ധാരണ മുഖ്യ അജണ്ട. കർഷക സമരം 16ാം ദിവസവും ശക്തം. ശംഭു അതിർത്തിയിൽ യോഗം. ഡൽഹി മാർച്ച് സംബന്ധിച്ച പ്രഖ്യാപനം നാളെ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധക്കേസിൽ ജയിൽ മോചിതനായ ശാന്തൻ അന്തരിച്ചു. ഇന്ന് രാവിലെ 7:50 ചെന്നൈയിലെ രാജീവ് ഗാന്ധി ആശുപത്രിയിലായിരുന്നു അന്ത്യം. അക്ബർ സീത വിവാദത്തിൽ സിംഹങ്ങൾക്ക് പേരിട്ട ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ത്രിപുര സർക്കാരാണ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചത്. 500 രൂപയുടെ വ്യാജ കറൻസികൾ അച്ചടിച്ച് പ്രചരിപ്പിച്ച 6 പേർ അറസ്റ്റിൽ. പൂനെ ജില്ലയിൽ 2 ലക്ഷം രൂപ വിലമതിക്കുന്ന 440 നോട്ടുകൾ പോലീസ് പിടിച്ചെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.